ബുഖാരി മുസ്ലിമൊക്കെ റിപ്പോർട്ട് ചെയ്ത ഇസ്രാ മിഅ്റാജിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട ഹദീസിലൊക്കെ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു ഇസ്രാ മിഅ്റാജിന്റെ സമയത്ത് 4 നദികൾ കണ്ടു എന്നാണ്. അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാമിനോട് ചോദിക്കുന്നുണ്ട് എന്താണ് ഇതേതാണ്? അപ്പോൾ അവർ 2 നദികൾ സ്വർഗത്തിലെയും 2 നദികൾ ഭൂമിയിലെയും ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഭൂമിയിലെ ആ നദികൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഈ കാണുന്ന നൈൽ നദിയും പിന്നെ ഒന്ന് യൂഫ്രട്ടീസ് നദിയുമാണ്. നൈലുൻ ഫുറാത്തുൻ എന്നാണ് പറയാം. അതുപോലെ തന്നെ മുസ്ലിം റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസ് സൈഹാൻ വ ജയ്ഹാൻ വൽ ഫുറാത്തു വൻ നീൽ കുല്ലു മിൻ അൻഹാരിൽ ജന്ന എന്നൊരു ഹദീസും കൂടിയുണ്ട്. അതായത് സൈഹാനും ജയ്ഹാനും അതേപോലെ ഫുറാത്തും നെയിലും ഇത് 4 എന്താണ് കുല്ലു മിൻ അൻഹാരിൽ ജന്ന സ്വർഗത്തിലെ നദികളാണെന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ സ്വർഗത്തിലെ ഒരു നദിയിൽ കൂടിയാണ് ഞാനിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈജിപ്തിലെത്തിയതിൻ്റെ ശേഷം ഏറ്റവും പ്രധാനമായിട്ട് കാണാൻ ആഗ്രഹിച്ച ഒന്നായിരുന്നു നൈൽ നദി എന്ന് പറയുന്നത്. ഒരുപാട് ചരിത്രങ്ങൾ പറയാനുള്ള ഒരു നദി കൂടിയാണ്. അത് എവിടെ നിന്ന് തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം എന്നൊരു ഐഡിയ ഇല്ല. കാരണം മഹാനായ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെയും മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അതിന് ശേഷം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടക്കം ഒരുപാട് ചരിത്രങ്ങൾ ഈ നൈലിന് പറയാനുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ മുമ്പൊക്കെ പറയാനുള്ളത് അതിമനോഹരമാണ് നൈലിൻ്റെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ. അതിമനോഹരമായ ഒരു നദിയും ഇങ്ങനെ സ്വർഗത്തിൽ നിന്നുള്ള ഒരു നദിയാണെന്ന് പറയുന്നത് വെറുതെ ആവില്ലല്ലോ. അതിന് ചുറ്റുവട്ടത്തുള്ള പൗരാണികവുമായിട്ടുള്ള ബിൽഡിങ്ങുകളും പുതിയ ബിൽഡിങ്ങുകളാണെങ്കിലും അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. എന്തൊക്കെയോ ഒരു ആകർഷണത്തുണ്ട് നൈലിന്. ഒരു കാലത്ത് ഭൂമിയിലെ ഏറ്റവും വലിയ നദിയാണ് എന്ന് കരുതും ഇബ്നു ബത്തൂത്തയുടെയും അതേപോലെ ഇബ്നു അസീർ തുടങ്ങിയ അവരുടെ കാലഘട്ടത്തിലൊക്കെ അവർ കരുതിയത് ലോകത്തിലെ ഏറ്റവും വലിയ നദി എന്ന് പറയുന്നത് ഇതാണ് എന്നാണ്. പിന്നീടാണ് ആധുനിക സൗകര്യങ്ങളും മറ്റൊക്കെ വന്ന് അളന്നു നോക്കുമ്പം ആമസോണാണ് ലോകത്തിലെ ഏറ്റവും വലിയ നദി. 2ാം സ്ഥാനമാണ് അത്ര ഈ ഒരു നൈലിനുള്ളത്. അതുപോലെ തന്നെ ആഫ്രിക്കയിലെ ഏറ്റവും വലിയ നദി എന്ന് കൂടിയാണ്. 11 രാജ്യങ്ങളിൽ കൂടി കടന്നു പോകുന്ന ഒരു നദിയാണ്. ഒരു അറ്റത്തു നിന്ന് തുടങ്ങിയിട്ട് അവസാനം ഈജിപ്തിൽ മെഡിറ്ററേനിയൻ കടലിൽ അവസാനിക്കുന്ന 6650 കിലോമീറ്റർ ദൂരത്തിൽ ഒഴുകുന്ന ഒരു ഗംഭീരമായിട്ടുള്ള നദിയാണ് നൈൽ നദി എന്ന് പറയുന്നത്. ഈ 11 രാജ്യങ്ങളിൽ പല രാജ്യങ്ങളും ഈജിപ്ത് പോലുള്ള രാജ്യങ്ങളൊക്കെ ഈ ഒരു നൈലിനെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രം ജീവിക്കുന്ന രാജ്യങ്ങളാണ്. അതായത് ഇവിടുത്തെ വെള്ളമാവട്ടെ കൃഷിയാവട്ടെ മറ്റെന്തും ഇവിടുത്തെ ജീവനെ ചലിപ്പിക്കുന്നത് തന്നെ ഈ ഒരു നദിയാണ് എന്ന് പറയാൻ പറ്റും. അതിലുമൊക്കെ അപ്പുറം പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം എടുത്തു പറഞ്ഞ ഒരു നദി കൂടിയാണ് എന്നുള്ളതാണ്. പക്ഷേ ഖുർആനിൽ നൈൽ നദി എന്നല്ലെങ്കിൽ നൈൽ എന്ന പേരല്ലോ ഉപയോഗിച്ചിട്ടുള്ളതെന്നാണ്. ഇതിന്റെ പഴയ പേരായിരുന്ന യം എന്ന പേരിലാണ്. അല്യം. അതായത് മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രം പറയുന്ന സ്ഥലത്ത് നമുക്കറിയാം മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് ആൺകുട്ടികളൊക്കെ കൊല്ലുകയും മറ്റും ചെയ്യുന്ന സമയത്താണ് മൂസാ നബി അലൈഹി സ്വലാം പ്രസവിക്കുന്നത്. സ്വാഭാവികമായിട്ടും അവരെ ഉമ്മ പേടിക്കുകയും അപ്പോൾ അവരെ ഉമ്മാക്കുള്ള നിർദ്ദേശമായിരുന്നു ഒരു പെട്ടിയിൽ അടക്കം ചെയ്തിട്ട് എന്ത് ചെയ്യുക, നൈൽ നദിയിൽ ഒഴുക്കാൻ. അത് പറയുന്ന സ്ഥലങ്ങൾ ഇപ്പോൾ സൂറത്ത് ത്വാഹയിൽ അനഖദിഫിഹി ഫിൽ യമ്മി ഫല്യുൽഖിഹിൽ യമ്മു ബിസ്സാഹിൽ എന്നാണ്. അനഖദിഫിഹി ഫിൽ യമ്മി യമ്മിൽ എന്ത് ചെയ്യുക, ഒഴുകുക എന്ന് പറയാം. അപ്പോൾ ഈ നൈൽ നദിയാണ് എന്നാണ് ഭൂരിപക്ഷം മുഫസ്സിരീങ്ങളുടെ അഭിപ്രായ പ്രകാരം യമ്മ് എന്ന് പറഞ്ഞ ആ ഒരു വാക്കുണ്ട്. അതേപോലെ തന്നെ സൂറത്തുൽ ഖസസിലൊക്കെ കാണാം ഫൈദാ ഖിഫ്തി അലൈഹി ഫൽഖീഹി ഫിൽ യമ്മി വലാ തഖാഫി വലാ തഹ്സനി ഇന്നാ റാദ്ദൂഹു ഇലൈകി വജഅലൂഹു എന്ന് പറഞ്ഞിട്ടുള്ള ആയത്ത്. അതായത് ആ കുട്ടിയെ കുറിച്ച് പേടിക്കുകയാണെങ്കിൽ ഈ യമ്മിൽ ഒഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഈ നൈൽ നദിയിലായിരുന്നു എന്നാണ്. അങ്ങനെ ഖുർആനിൽ വരെ യമ്മ് എന്ന പേരിൽ അല്യം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു നദി കൂടിയാണ് ഈ നൈൽ നദി.